പഴയ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് രണ്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ഹെരസിയായിരുന്നു മാർസിയണിസം എന്ന് പറയുന്ന ഹെരസി. ആ ഹെരസി എന്തായിരുന്നു, അല്ലെങ്കിൽ ആ ഹെരസിയുടെ ഇമ്പാക്റ്റ് എന്തായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്, ഇത് സഭയെ വളരെയധികം ഒരു കാലഘട്ടത്തിൽ വളരെയധികം പിടിച്ചു കുലുക്കിയ ഒരു ഹെരസി തന്നെയായിരുന്നു. അത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഈ വിശ്വാസത്തിലേക്ക് വീണുപോയി. അതിനെതിരെ സഭാപിതാക്കന്മാരൊക്കെ വളരെ ശക്തമായിട്ട് എഴുതുകയും അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് ആളുകൾക്ക് അവബോധം കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ്, പ്രത്യേകിച്ച് നമുക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ നൈസ്യൻ സുനഹദോസിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന ഒരു ഹെരസിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ആദ്യ നൂറ്റാണ്ടുകളിലെ ഹെരസികളിൽ ഒന്നായിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മാർസിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ ആദ്യമായിട്ട് ഈ ആരായിരുന്നു മാർസിയൻ എന്നുള്ള വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ചരിത്രപരമായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കുന്നത് കൂടുതലും നമ്മുടെ സഭാപിതാക്കന്മാരുടെയൊക്കെ ഈ മാർസിയനിസത്തിനെതിരെ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നൊക്കെയാണ്. പിന്നെ നമ്മുടെ CCCയിൽ പോലും ഈ വിഷയത്തെ കുറിച്ചിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, അതായത് പഴയ നിയമദൈവത്തെ ഒരു മോശക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് പുതിയ നിയമത്തെ മാത്രം ഊന്നൽ കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന ആ ഒരു തരത്തിലുള്ള പഠനങ്ങൾ മാർസിയന്റെ പഠനങ്ങളാണ് എന്നുള്ള രീതിയിൽ കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ചിലും ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ലേഖനങ്ങളും എഴുത്തുകളും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ചില വിഷയങ്ങളെ കുറിച്ച് മാത്രമാണ് അഡ്രസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണ്, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ എന്താണ്, അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണ്, അത് ഇന്നത്തെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ഈ ക്ലബ് ഹൗസിന്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് വളരെ അധികം അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഇന്നത്തെ ക്ലബ് ഹൗസിന്റെ സാഹചര്യത്തിൽ നമ്മൾ കേൾക്കുന്ന പല വാദങ്ങളും, അവർ മുന്നോട്ട് വെക്കുന്ന പല വാദങ്ങളും ഈ മാർസിയൻ അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നതാണ്. നമ്മൾ ഇന്നത്തെ ആ ഒരു ചിന്തയുമായിട്ട് നമ്മൾ തുലനം ചെയ്യുമ്പോൾ മാർസിയൻ പറഞ്ഞ ആ ഒരു ലെവലിലല്ല ഇന്ന് ആളുകൾ സംസാരിക്കുന്നതെങ്കിൽ പോലും മാർസിയൻ പറഞ്ഞ പല ആർഗ്യുമെന്റ്സും ഇന്നത്തെ നമ്മുടെ ഈ സമൂഹത്തിൽ ഇത്തരം ആളുകൾ ഉന്നയിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വിഷയത്തിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കടക്കുമ്പോൾ നമുക്കത് എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം ഇതിനോട് അനുബന്ധിച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, മാർസിയൻ പോലും ഇന്നത്തെ നമ്മുടെ ഈ ക്ലബ് ഹൗസിലെ ചില വ്യക്തികൾ പരാമർശിക്കുന്ന രീതിയിൽ പഴയ നിയമ ദൈവത്തെ മോശക്കാരനായിട്ട് അല്ലെങ്കിൽ പിശാചായിട്ട് ചിത്രീകരിച്ച് കണ്ടിട്ടില്ല. അതായത് മാർസിയനേക്കാളും ഒരുപടി ഉയർന്ന ലെവലിലേക്കാണ് ഇന്നത്തെ ഈ ക്ലബ് ഹൗസിലുള്ള പല ആളുകൾ, ക്ലബ് ഹൗസിൽ മാത്രമല്ല മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെയും പഴയ നിയമ ദൈവത്തെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പരിഹസിക്കുകയും കളിയാക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മാർസിയന്റെ ഹെരസിയെ അതിനേക്കാളും എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുവന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനമായിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ എടുത്ത് സംസാരിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുവാണ്. മാർസിയനെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ഏകദേശം കൃത്യമായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ചിട്ട് ധാരണയില്ലെങ്കിലും അറൗണ്ട് AD 110 അദ്ദേഹം പോന്തസ് എന്ന് പറയുന്ന സിനോപ്പിലെ ഒരു ബിഷപ്പിന്റെ മകനായിരുന്നു എന്നുള്ള ഒരു ഇതാണ് നമ്മൾക്ക് രേഖകളിൽ കാണാൻ സാധിക്കുന്നത്. പോന്തസിലെ സിനോപ്പ്, ഇതാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഒരു ബിഷപ്പായിരുന്നു. മാത്രമല്ല അദ്ദേഹം വളരെ വലിയൊരു ധനികനായിട്ടുള്ള ഒരു വ്യക്തിയുമായിരുന്നു. ധനികരായ മാതാപിതാക്കളിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ ജനനം. പിന്നെ ചെറുപ്പകാലത്തിൽ തന്നെ ഇദ്ദേഹം ഒരു സന്യാസ ജീവിതം ആഗ്രഹിക്കുകയും സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് കടക്കുകയും അങ്ങനെ അവിടെ നിന്നും, അതായത് അദ്ദേഹത്തിന്റെ ആ സ്ഥലത്ത് നിന്നും അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ പുറത്താക്കിയെന്നും എന്നാൽ തിരിച്ച് റീകൺസൈൽ ആകാൻ വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിച്ചു. പക്ഷെ പിതാവ് കർക്കശക്കാരനായതുകൊണ്ട് അതിന് അനുവദിച്ചില്ല.
അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും ആ സ്ഥലത്ത് നിന്നും നാട് വിട്ടു പോയി എന്നുള്ളത് ഒരു കഥയായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് കൃത്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. ഇത്തരത്തിലുള്ളൊരു കഥ അദ്ദേഹത്തെ കുറിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത്തരത്തില് പറയുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, അതായത് ഇങ്ങനെ അദ്ദേഹത്തിനെ പിതാവ് അവിടെ നിന്നും നിഷ്കാസനം ചെയ്തതിന് ശേഷം മറ്റുള്ള ആളുകളുടെ അവഗണനയും കളിയാക്കലും അങ്ങനെയുള്ള അല്ലെങ്കിൽ പുച്ഛിക്കലും പരിഹാസവും എല്ലാം കാരണം ഇദ്ദേഹം റോമിലേക്ക് കടന്നുപോയി. അങ്ങനെയാണ് അദ്ദേഹം റോമിൽ എത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ഹെരസി ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെട്ടത് റോമിൽ നിൽക്കുന്ന ആ കാലഘട്ടത്തിലാണ്. പക്ഷെ ഇത് ഈ ഒരു പെൺകുട്ടിയായിട്ട് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ബന്ധത്തെ കുറിച്ചിട്ടുള്ള കഥ എത്രമാത്രം വാസ്തവമാണ് എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ ആ സമയത്തെ റോമിലെ മാർപ്പാപ്പ ആരായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അനിസെറ്റസ് മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം അന്ന് റോമിലെ മാർപ്പാപ്പയായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏകദേശം 155 166 ആ കാലഘട്ടത്തിലായിരുന്നു. ഈ ടൈമിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഹെരസി അവിടെ ആ മേഖലകളിലെല്ലാം അതിശക്തമായിട്ട് പ്രചരിപ്പിച്ചിരുന്നു. ഇദ്ദേഹം ഒരു ബിഷപ്പ് ആയിരുന്നോ അല്ലയോ എന്നുള്ള ഒരു കാര്യത്തിലും ചെറിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഒരു കൂട്ടര് ബിഷപ്പ് ആയിരുന്നു എന്നുള്ള വാദം മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊരു കൂട്ടർ ഇദ്ദേഹം ബിഷപ്പ് അല്ലായിരുന്നു എന്നുള്ള വാദം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതില് ബിഷപ്പ് അല്ലായിരുന്നു എന്ന് വാദം വെക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അത് റോമായിലെ സഭയില് അദ്ദേഹം പ്രവേശനം നേടാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഇദ്ദേഹത്തിന്റെ പിതാവ് ഒരു ബിഷപ്പ് ആയിരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ആ ലോക്കൽ ചർച്ചിന്റെ അനുമതി ഇല്ലാതെ ഇദ്ദേഹത്തെ ബിഷപ്പാക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാട് റോമിലെ സഭാ നേതൃത്വം എടുത്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ബിഷപ്പായിട്ട് വാഴിച്ചില്ല എന്നുള്ളതാണ് ഒരു കൂട്ടര് പറയുന്ന ഒരു വാദം. പക്ഷെ ആ വാദം എത്രമാത്രം സത്യമാണ് എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട്. കാരണം മറ്റൊരു ഭാഗത്തെ ഒരാളാണെങ്കിൽ പോലും അതിന്റെ ഓൾ ഓവർ ഭരണം ഉണ്ടായിരുന്ന ഒരു മാർപ്പാപ്പയ്ക്ക് ഇദ്ദേഹത്തെ ബിഷപ്പായിട്ട് വാഴിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് അതിനെ എതിർത്തുകൊണ്ട് വാദം മുന്നോട്ട് വെക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം. പിന്നെ മറ്റൊരു എതിർത്തുകൊണ്ട് ആശയം മുന്നോട്ട് വെക്കുന്ന ആളുകൾ പറയുന്ന മറ്റൊരു വാദമാണ്, ഇദ്ദേഹം ആ കാലഘട്ടത്തിലെ പ്രോസ്പിറ്റേഴ്സും ഒക്കെ ആയിട്ട് വളരെയധികം ഈ തിയോളജിക്കൽ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്തിരുന്നു, ഡിബേറ്റുകളൊക്കെ സംഘടിപ്പിച്ചിരുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു ബിഷപ്പ് അല്ലാത്ത ഒരു വ്യക്തിക്ക് ആ ലെവലിലേക്ക്, അതായത് സഭയിലെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് ഒരു തർക്കത്തിലേക്ക് ഏർപ്പെടാനായിട്ട് അന്നത്തെ സാഹചര്യം അനുവദിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് ആണ് ഇദ്ദേഹം ബിഷപ്പ് ആയിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയായിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം. ഇദ്ദേഹം സ്വന്തമായിട്ട് എഴുതിയ പുസ്തകങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നില്ലെങ്കിലും ഇദ്ദേഹത്തിനെതിരെ എഴുതിയിട്ടുള്ള ഒരുപാട് ബുക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ ആശയങ്ങളെ കുറിച്ചിട്ടും ഇദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുവാൻ സാധിക്കുന്നത്. ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ചലഞ്ച്, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ഇദ്ദേഹം സഭയെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് സഭയുടെ ഹിസ്റ്ററി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയായിരുന്നു: ഐ വിൽ ഡിവൈഡ് യുവർ ചർച്ച് ആൻഡ് കോസ് വിത്തിൻ ഹെയർ എ ഡിവിഷൻ വിച്ച് വിൽ ലാസ്റ്റ് ഫോർ എവർ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ത്രെട്ട്. അതായത് നിങ്ങളുടെ സഭയെ ഞാൻ പിളർക്കും, ആ പിളർപ്പ് എല്ലാ കാലത്തേക്കും നീണ്ടു നിൽക്കും. ഇത്തരത്തിലുള്ള ഒരു ത്രെട്ട് അദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. അപ്പം അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇത് തിയോളജിക്കലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അതിശക്തമായിട്ട് നിലനിന്നിരുന്ന, അതായത് സഭയുടെ ആ വിശ്വാസപരമായിട്ടുള്ള ആ മേഖലകളിൽ ഇത് വളരെ ശക്തമായിട്ട് സ്വാധീനം ചെലുത്തിയ ഒരു ഹെരസി തന്നെയായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ചലഞ്ച്, അതായത് വിശ്വാസപരമായിട്ട് ആളുകളെ രണ്ട് തട്ടിൽ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതിന്റെ മോഡേൺ ഫോമുകളും, ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലുള്ള മോഡേൺ ഫോമുകളും നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ, ഇദ്ദേഹം ഒരു വലിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വലിയ ധനികരായിരുന്നു. ഇദ്ദേഹം ഒരു കപ്പലുടമ എന്നുള്ള രീതിയിൽ പല വിശേഷണങ്ങളും കാണുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം റോമിലേക്ക് വന്ന സമയത്ത്
സഭയുമായിട്ട് അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. സഭയ്ക്ക് വലിയ ഒരു എമൗണ്ട് സംഭാവന നൽകിയതൊക്കെ ആയിട്ട് പിന്നെ ചില ചരിത്രങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇദ്ദേഹം വലിയൊരു ധനികനായിരുന്നു. വലിയൊരു എമൗണ്ട് സഭയ്ക്ക് അന്നത്തെ കാലഘട്ടത്തിൽ സംഭാവനയായി കൊടുത്തു. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഹെരസികളൊക്കെ പ്രചരിപ്പിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആ കിട്ടിയ അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്ത ആ എമൗണ്ട് തിരികെ നൽകി എന്നുള്ള രീതിയിലൊക്കെ രേഖകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ അദ്ദേഹത്തെ കുറിച്ചിട്ട് എഴുതപ്പെട്ട മറ്റൊരു രേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് അദ്ദേഹം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 16-17 വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റോമൻ പ്രോസ്പിറ്റേഴ്സുമായി തർക്കിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയാനായിട്ട് മറ്റൊരു രേഖയിൽ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ചരിത്രത്തിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 16-17 വാക്യങ്ങളാണ്. ഞാനത് ഒന്ന് എടുത്തു വായിക്കാം. അതിങ്ങനെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തയ്ച്ചു ചേർത്ത തുണിക്കഷ്ണം വസ്ത്രത്തിൽ നിന്ന് കീറിപ്പോവുകയും കീറൽ വലുതാവുകയും ചെയ്യും. 17-ാമത്തെ വാക്യം, ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞൊഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കുക. അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. അപ്പോൾ ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം നിങ്ങൾക്ക് ഏകദേശം വ്യക്തമായി കാണും. അതായത് പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തയ്ച്ചു ചേർത്ത തുണിക്കഷ്ണം വസ്ത്രത്തിൽ നിന്ന് കീറിപ്പോവുകയും കീറൽ വലുതാകുകയും ചെയ്യും. ഇത് കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ്. അതുപോലെ തന്നെ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല എന്നുള്ള ഈ രണ്ട് ഉപമയെ എടുത്തിട്ട് ഇദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത് പഴയ നിയമത്തെ കംപ്ലീറ്റ്ലി പുതിയ നിയമത്തിൽ നിന്നും മാറ്റിക്കളഞ്ഞുകൊണ്ട് പുതിയ നിയമം പുതിയ നിയമത്തിൻ്റെതായിട്ടുള്ള തനിമയിൽ നിലനിർത്തണം, പഴയ നിയമവുമായിട്ട് പുതിയ നിയമത്തെ കൂട്ടിച്ചേർക്കരുത് എന്നുള്ളതാണ് ഇദ്ദേഹം ഈ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 16-17 വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോസ്പിറ്റേഴ്സുമായി തർക്കിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ ചരിത്രരേഖയിൽ കാണുന്നത്. അപ്പോൾ ഈ ആശയം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് പഴയ നിയമത്തെ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ ഉള്ളത് നമുക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. അതിനെ നമുക്ക് തൽക്കാലം സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മളെ സംബന്ധിച്ച് പുതിയ നിയമമാണ് പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുള്ള അതേ ആശയം തന്നെ പ്രചരിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു മാർസിയൻ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. അതുപോലെ തന്നെ AD ഏകദേശം 144-ലാണ് ഈ ഹെരസി അതിശക്തമായിട്ട് സഭയിലേക്ക് കടന്നു വന്നത്. അതിൻ്റെ അകത്ത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഐറേനിയസ് പിതാവ് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഹെരസിയെ കുറിച്ചിട്ട് പറയുന്നത് ഇത് ജ്ഞാനവാദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഹെരസിയാണ് എന്നുള്ള രീതിയിലാണ് ഐറേനിയസ് പിതാവ് ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വിശുദ്ധ പോളികാർപ്പ് ഇദ്ദേഹത്തെ കണ്ടുമുട്ടിയ ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട് വിവരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് അവർ തമ്മിലുള്ള ഒരു സംഭാഷണത്തെ കുറിച്ചിട്ട് ചെറിയൊരു അത് നമ്മൾ ഒരുമാതിരിപ്പെട്ട ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എഴുത്തുകളിലും ഈ ഒരു കോട്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് വിശുദ്ധ പോളികാർപ്പിന്റെ അടുത്ത് ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് താങ്കൾ എന്നെ തിരിച്ചറിയുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ പോളികാർപ്പ് അദ്ദേഹത്തിന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ തിരിച്ചറിയുന്നു, സാത്താന്റെ ആദ്യജാതനായി ഞാൻ നിന്നെ തിരിച്ചറിയുന്നു എന്നാണ് വിശുദ്ധ പോളികാർപ്പ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്രമാത്രം ഒരു ആ ഹെരസിയുടെ ആധിക്യം എത്രയുണ്ടായിരുന്നെന്നും സഭാപിതാക്കന്മാർ ഈ ഹെരസിയെ എത്രമാത്രം രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് വിമർശിച്ചത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് വിശുദ്ധ പോളികാർപ്പ് പോലും സാത്താന്റെ ആദിജാതൻ എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തെ പരാമർശിച്ച് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്. അതായത് ഇന്നും ഇത്തരത്തിലുള്ള ഈ മാർസിയോണിസം എന്ന് പറയുന്ന ഹെരസിയെ കൊണ്ടു നടക്കുന്ന ആളുകളെ വിശുദ്ധ പോളികാർപ്പ് അദ്ദേഹത്തെ അഡ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച അതേ പദത്തിലൂടെ തന്നെ അഡ്രസ് ചെയ്യപ്പെടേണ്ടി വരും എന്നാണ്. അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ഹെരസികൾ അവർ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാർസിയം പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള നമ്മുടെ ആളുകൾ പറയുന്നതിനേക്കാളും
ഒരു പടി കുറഞ്ഞ രീതിയിലാണ്, അല്ലെങ്കിൽ ഗ്രേഡ് കുറഞ്ഞ രീതിയിലാണ് മാർസിയൻ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ പഴയ നിയമത്തിൽ ദൈവം പിശാചാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. അപ്പൊ അത് ഒരിക്കലും മാർസിയൻ ആ ഒരു ലെവലിലേക്ക് പോയിട്ടില്ല. അതിലും ഒരു ലോ ലെവലിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യത്തിലേക്ക് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു ഇദ്ദേഹത്തെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഉള്ള വേറൊരു ഇത്, AD 150 വിശുദ്ധ ജസ്റ്റിൻ മാർട്ടിർ എഴുതിയിട്ടുള്ള ഫസ്റ്റ് അപ്പോളജിയിൽ ഈ ഹെരസി എല്ലായിടത്തും വ്യാപിച്ചിരുന്നതായിട്ടും പടർന്നതായിട്ടും പറയുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഇദ്ദേഹം മടങ്ങി വരാനായിട്ട് ആഗ്രഹിച്ചു എന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങൾ ചില എഴുത്തുകളിൽ കാണുന്നുണ്ട്. പക്ഷെ മരണം മൂലം അതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം ആ ഹെരസിയിൽ തന്നെ സഭയുമായിട്ട് അനുരഞ്ജനപ്പെടാതെ തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് കാണുന്നത്. ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ, തെർത്തുല്യൻ, അതുപോലെ തന്നെ ക്രോണിക്കിൾസ് ഓഫ് എഡേസ എന്നിവയിലൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഈ വിശുദ്ധ ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയയും തെർത്തുല്യനും ഒക്കെ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പരാമർശിച്ചുകൊണ്ട് അവരുടെ എഴുത്തുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ക്രോണിക്കിൾസ് ഓഫ് എഡേസയിലും ഇദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള, ഈ വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഇദ്ദേഹത്തിന്റെ ഡോക്ട്രിനുകൾ എന്താണ് എന്നുള്ള വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് വളരെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ള ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലേഖനങ്ങളൊക്കെ ഓൺലൈനിൽ നമുക്ക് ലഭ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ, റിസോഴ്സുകൾ ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഡോക്ട്രിനുകളെ കുറിച്ച് നമുക്ക് പറയുമ്പോഴേക്കും പ്രധാനമായിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാന ആശയം ഇതാണ്. അതായത് ജൂതായിസത്തിൽ നിന്നും വേർപെടുത്തി ക്രിസ്ത്യാനിറ്റിയെ കാണണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് നമ്മളെ സംബന്ധിച്ച് അബ്രഹാത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെയും ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ സഭയുടെ എല്ലാ പഠനങ്ങളും വന്നിരിക്കുന്നത്. പക്ഷെ ഇദ്ദേഹം ആ കാലഘട്ടത്തിൽ വാദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ജൂതായിസത്തിൽ നിന്നും വേർപെടുത്തിയാണ് നമ്മൾ ക്രിസ്ത്യാനിറ്റിയെ കാണേണ്ടത്. ന്യൂ കവനന്റ് ഓൾഡ് കവനന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ന്യൂ കവനന്റ് ആണ്, ഓൾഡ് കവനന്റ് ഓൾഡ് കവനന്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്യൂരിറ്റി, ക്രിസ്ത്യാനിറ്റിയുടെ പ്യൂരിറ്റി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ പഴയ നിയമത്തെ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പ്രത്യേകിച്ച് ജൂതായിസവുമായിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയുടെ ബന്ധം കംപ്ലീറ്റ് വിച്ഛേദിക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ വിഷയത്തെ അവതരിപ്പിച്ചത്. അപ്പം ഒരു പ്യൂരിറ്റേറിയൻ വാദം എന്നുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ അതിനെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷയത്തിലാണ് നമ്മുടെ ക്രിസ്ത്യാനിറ്റി നിലനിൽക്കേണ്ടത്. അതല്ലാണ്ട് നമ്മുടെ പഴയ നിയമത്തിലെ ആ കോഴ്സ് ഒക്കെ എടുത്തുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് വോട്ട് ചെയ്തുകൊണ്ട് ആ യേശുക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയൊക്കെ വിവരിക്കുന്ന ആ തലത്തിലേക്കുള്ള കാര്യങ്ങളോ അല്ലെ ആശയങ്ങളോ ഒന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് നമുക്ക് ദൈവത്തെക്കുറിച്ച് പറയാവുന്നത് ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ദൈവം സ്നേഹമാണ് എന്നുള്ള സിമ്പിൾ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കുക. ദൈവം സ്നേഹം മാത്രമാണ്. അപ്പോൾ നമ്മുടെ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രകടനം എന്നുള്ള രീതി മാത്രം നമുക്ക് അതിനെ കണ്ടാൽ മതി. അല്ലാണ്ട് ഇത് പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്നുള്ള രീതിയിലോ അതല്ലെങ്കിൽ ബലികളുടെ പൂർത്തീകരണം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എന്നാ പറയുന്നത് പഴയ നിയമത്തിൽ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നമുക്കങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പം ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തു എന്നൊക്കെയുള്ള പരാമർശം. അപ്പൊ ഇത്തരത്തില് നമ്മുടെ ജുഡായിസവുമായിട്ട് അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പ്രവചനങ്ങളുമായിട്ടൊക്കെ ക്രിസ്ത്യാനിറ്റിയെ ബന്ധപ്പെടുത്തി കാണുന്നതിനെ അദ്ദേഹം കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യുന്ന ഒരു ശൈലിയിലാണ് അദ്ദേഹം പുതിയ നിയമത്തെയും പുതിയ നിയമത്തിലെ ദൈവസങ്കല്പത്തെയും ദൈവത്തെയും ഒക്കെ അവതരിപ്പിച്ചത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു പ്രചോദനം എന്താണ് എന്നുള്ള ഒരു കാര്യമാണ്. അതായത് ഭൗതിക നിലവാരമുള്ള വിജാതീയർക്ക് ഇത് ഇടർച്ചയും കീറാമുട്ടിയും ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ പഴയ നിയമത്തെ മാറ്റി വെക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സമയത്ത് നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഇതിൽ നിൽക്കുന്ന ആളുകളൊക്കെ പറഞ്ഞ ഒരു കമന്റ് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും. അതായത് നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ നിരീശ്വരവാദികളായിട്ടോ അല്ലെ യുക്തിവാദികളും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവർക്കും കൂടെ അക്സെപ്റ്റബിൾ ആകുന്ന രീതിയിൽ നമ്മൾ ദൈവത്തെ അവതരിപ്പിക്കണം. അതല്ലാണ്ട്
നമുക്ക് ഈ പഴയ നിയമത്തെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് അത് അവതരിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ മുന്നിൽ അപഹാസ്യരാകും. അതുകൊണ്ട് തന്നെ ആ പഴയ നിയമത്തെ നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് പുതിയ നിയമത്തിലെ സിമ്പിൾ ആയിട്ടുള്ള ദൈവസ്നേഹമാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഈ ദൈവത്തെ അവതരിപ്പിക്കണം എന്നുള്ള ആശയം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലും പ്രത്യേകിച്ച് ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഒക്കെ ആ ഒരു പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. ഇതേ ആശയം തന്നെയാണ് നമ്മുടെ ഈ മാർസിയനും അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞത്. ഭൗതിക നിലവാരമുള്ള വിജാതീയർക്ക് സഭയിലേക്ക് കടന്നു വരാനായിട്ട് ഈ പഴയ നിയമമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നതിന് അതൊരു തടസ്സമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പഴയ നിയമമായിട്ടുള്ള ബന്ധത്തെ കംപ്ലീറ്റ്ലി വിച്ഛേദിച്ചുകൊണ്ട് നമ്മൾ പുതിയ നിയമത്തെ ഒരു പ്യുവർ ഫോമായിട്ട് അവതരിപ്പിക്കണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പിന്നെ അദ്ദേഹത്തിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഇതില്ലാത്ത, അതായത് അദ്ദേഹത്തിന് കാഴ്ചപ്പാടിൽ വ്യക്തതയില്ലാത്ത ഒരു ഒന്ന് രണ്ട് മേഖലകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു വിഷയം ഒറിജിൻ ഓഫ് ഈവിൾ ആണ്. ഒറിജിൻ ഓഫ് ഈവിൾ എന്നുള്ള കാര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ എസൻസ് ഓഫ് ഗോഡ് ഹെഡ്, അതായത് നമുക്കറിയാലോ തൃത്വത്തിന്റെ എസൻസ് എന്നുള്ള ഇത് അതായത് ഏക ദൈവത്തിലെ 3 വ്യക്തികൾ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ എസൻസ് ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ആ ഒരു കാര്യത്തിലും അതുപോലെ തന്നെ ഒറിജിൻ ഓഫ് ഈവിൾ എന്നുള്ള കാര്യത്തിലും ഒക്കെ അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ആ കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നത് പഴയ നിയമത്തിലെ ദൈവത്തിന്റെ ക്രൂരതകൾ, അല്ലെ പഴയ നിയമത്തിലെ നമ്മുടെ അന്നത്തെ സാഹചര്യത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത നിയമങ്ങൾ, ഈ 2 മേഖലകളായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പഴയ നിയമത്തെ പുതിയ നിയമത്തിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് പഠിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ പോലും പല ആളുകളും ഈ ഒരു കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പഴയ നിയമ ദൈവത്തിന്റെ ക്രൂരതകൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കത്തില്ല എന്ന് പറയുന്ന ഒരു വാദവും, അതുപോലെ തന്നെ പഴയ നിയമത്തിലെ നിയമങ്ങൾ, പ്രത്യേകിച്ച് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള നിയമങ്ങൾ ഒരിക്കലും ഒരു ദൈവത്തിന് ചേർന്ന നിയമങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ നിരാകരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പൂർവികനായിട്ടുള്ള വ്യക്തി കൃത്യമായിട്ടും ഈ മാർസിയൻ ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ പഴയ നിയമത്തെ അദ്ദേഹം കണ്ടത് മറ്റൊരു കണ്ണിലൂടെ. അത് പഴയ നിയമം നമുക്കറിയാലോ, അന്നത്തെ കാലഘട്ടത്തിൽ പഴയ നിയമത്തെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണകൾ, പ്രത്യേകിച്ച് ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ സഭയിലേക്ക് കടന്നു വന്നിരുന്നതൊക്കെ യഹൂദ ക്രിസ്ത്യാനികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പഴയ നിയമത്തെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗ്രാഹ്യം ഉണ്ടായിരുന്നു. അപ്പൊ കംപ്ലീറ്റ്ലി പഴയ നിയമത്തെ തള്ളിക്കളയാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം മറ്റൊരു രീതിയിലേക്ക് അതിനെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പഴയ നിയമ ദൈവത്തെ അദ്ദേഹം ഒരു ഡെമിയുർജ് എന്ന് പറയുന്ന ഒരു ദൈവമായിട്ട് അദ്ദേഹം കണ്ടു. അതായത് ഡെമിയുർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ എന്നാ പറയുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടേം ആയിരുന്നു. അതായത് സൃഷ്ടാവായ ദൈവം എന്നുള്ള രീതിയിലേക്ക് അന്നത്തെ കാലഘട്ടത്തിൽ മറ്റ് ഇതിൽ നിന്നുമൊക്കെ കടം കൊണ്ട ഒരു വാക്കാണ്. അപ്പം ആ ഒരു ദൈവത്തെ എന്നാ പറയുന്നത്, നമ്മുടെ ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കണ്ടിരുന്നത്. അപ്പം ആ ഒരു ദൈവത്തെയാണ് പഴയ നിയമത്തിൽ അദ്ദേഹം പ്ലേസ് ചെയ്തിരുന്നത്. പഴയ നിയമത്തില് പ്രത്യേകിച്ച് മനുഷ്യന്റെ ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡെമിയുർജാണ് മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതും, അതുപോലെ തന്നെ അത് ദൈവമായിരുന്നു, പക്ഷെ ഒരു കുട്ടിദൈവം എന്നുള്ള ഒരു ഇമേജ്, അതായത് സുപ്രീം ഗോഡ് അല്ല, ഒരു കുട്ടിദൈവം എന്നുള്ള രീതിയിലാണ് ഡെമിയുർജിനെ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ ഡെമിയുർജിന്റെ ഒരു സ്വഭാവത്തിന്റെ സവിശേഷത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കർക്കശക്കാരനായിരുന്നു. അതുപോലെ ഭാഗികമായിട്ട് മാത്രം നീതിമാൻ, അതായത് പൂർണ്ണമായിട്ട് എല്ലാ ആളുകൾക്കും നീതി കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല, ഭാഗികമായിട്ടുള്ള ഒരു നീതിമാനായിട്ടുള്ള വ്യക്തി. അതുപോലെ ഭയങ്കര കർക്കശക്കാരും ഭയങ്കര എന്നാ പറയുന്നത്, ക്ഷിപ്രകോപി എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ലെവലിലേക്കാണ് ഇദ്ദേഹത്തിനെ കണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് ഭാഗികമായിട്ട് നീതിമാനായിരുന്നു. അതുപോലെ തന്നെ എന്നാ പറയുന്നത്, എല്ലായ്പ്പോഴും ഈ സുപ്രീം ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന
പുതിയ നിയമത്തിലെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പിതാവിനെയാണ് സുപ്രീം കോഡ് എന്നുള്ള രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സുപ്രീം കോഡ് ഈ ഡെമിയോർജുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ സുപ്രീം കോഡുമായിട്ട് എല്ലായ്പ്പോഴും കലഹിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവമായിരുന്നു ഈ ഡെമിയോർജ്, അല്ലെങ്കിൽ ഈ കുട്ടി ദൈവമായിട്ടുള്ള ഡെമിയോർജ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും ഈ പഴയ നിയമത്തിലുള്ള ദൈവം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പിതാവായിരുന്നില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഈ ഒരു വാദം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ വാദം ആരാണ് മുന്നോട്ട് വെക്കുന്നത്, ഈ ആശയം എവിടെ നിന്നാണ് ഇദ്ദേഹത്തിനൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ലഭിച്ചിരുന്നത് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ കീറാമുട്ടി ആയിട്ടുണ്ടായിരുന്ന ഒരു ഇതായിരുന്നു ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം. അതായത് പഴയ നിയമത്തിന്റെ റെഫറൻസുകളുള്ള പുതിയ നിയമത്തെ ഒന്നും അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. ഒരിക്കലും പഴയ നിയമത്തെ നമുക്ക് പുതിയ നിയമമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റത്തില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പഴയ തുണിയിൽ പുതിയ തുണി ആരും തുന്നി ചേർക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ പഴയ നിയമത്തിന്റെ റെഫറൻസുകളുള്ള പുതിയ നിയമ ഭാഗങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല എന്നൊരു വാദക്കാരനായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ബൈബിൾ കാനോൻ ഉണ്ടായിരുന്നു. ആ ബൈബിൾ കാനോനിൽ ലൂക്കോസിന്റെ സുവിശേഷം കൂടാതെ പൗലോസിന്റെ 10 ലേഖനങ്ങൾ, ഈ രീതിയിലാണ് അദ്ദേഹം ഇതിന്റെ ഒരു ബൈബിൾ കാനോൻ മുന്നോട്ട് വെച്ചത്. അതായത് പഴയ നിയമത്തെ കംപ്ലീറ്റ് ഒഴിവാക്കി പുതിയ നിയമത്തിലുള്ളത് ആകപ്പാടെ ലൂക്കോസിന്റെ സുവിശേഷവും അതുപോലെ പൗലോസ് ലീഹയുടെ 10 ലേഖനങ്ങളും. ലേഖനങ്ങൾ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് ലഭിച്ചിട്ടില്ല, അതിന്റെ ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പം ലൂക്കോസിന്റെ സുവിശേഷം പോലും പൂർണ്ണമായിരുന്നില്ല. അദ്ദേഹം അതിന്റെ എഡിറ്റ് ചെയ്ത ഒരു ഭാഗത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇദ്ദേഹം വിശുദ്ധ പൗലോസ് ലീഹയുടെ വലിയൊരു ഫാനായിരുന്നു. പൗലോസ് ലീഹയാണ് ഏറ്റവും നല്ല അപ്പസ്തോലൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, വിജാതിയരുടെ അപ്പസ്തോലൻ എന്നുള്ള രീതിയിലാണല്ലോ പൗലോസ് ലീഹ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിജാതിയരെ സഭയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഈ പൗലോസ് ലീഹയുടെ ഒരു പ്രാധാന്യത്തെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പൗലോസ് ലീഹയെ വളരെ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് അത് മാത്രമല്ല, പൗലോസ് ലീഹയെ അദ്ദേഹം അംഗീകരിക്കാനായിട്ടുള്ള മറ്റൊരു റീസൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ചും ഇദ്ദേഹം ജൂദായിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളെയും വിമർശിച്ചുകൊണ്ട് തന്റെ ലേഖനങ്ങളിൽ പരാമർശിക്കുന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും പൗലോസ് ലീഹയെ വളരെ അധികം വിലമതിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇദ്ദേഹത്തെ കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം തന്നെ ഇദ്ദേഹം നമുക്കറിയാവുന്ന പോലെ തന്നെ പത്രോസ് ലീഹ, അതുപോലെ തന്നെ യാക്കോബ് സ്ലീഹ, അതേപോലെ വിശുദ്ധ യോഹന്നാൻ എന്നിവരെയെല്ലാം ഒരു ഫാൾസ് അപ്പസ്തോലന്മാർ എന്നുള്ള രീതിയിലേക്കാണ് ഇദ്ദേഹം, അതായത് ഒരു എക്സ്ട്രീം ലെവലിലേക്ക്, അതായത് അവര് കൃത്യമായിട്ടും എന്നാ പറയുന്നത്, ഒരു സഭയുടെ വിശ്വാസം നിലനിർത്തി, അല്ലെ ക്രിസ്തു ഏൽപ്പിച്ച വിശ്വാസം നിലനിർത്തിയില്ല, അവരെയൊക്കെ ഒരു ഫാൾസ് ആയിട്ടുള്ള ഒരു അപ്പസ്തോലന്മാരാ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവരെ കാണിച്ചിരുന്നത്. അതായത് നമ്മുടെ വചനത്തിലും അല്ലെങ്കിൽ വിശ്വാസത്തിലും വെള്ളം ചേർത്തവർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇവരെ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. പത്രോസ് ലീഹായനെ, അതുപോലെ യാക്കോബ് ലീഹാനെ, വിശുദ്ധ യോഹന്നാനെയൊക്കെ വളരെ പുച്ഛഭാവത്തിലാണ് അദ്ദേഹം കരുതിയിരുന്നതും അവരെ ആ ഒരു രീതിയിലാണ് കണ്ടിരുന്നതും. അദ്ദേഹത്തിന്റെ പഠിപ്പീരിലും അത്തരം വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം സ്വന്തമായിട്ടൊരു പ്യുവറായിട്ടുള്ള ഒരു സഭ, ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് തുടങ്ങണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് സഭയെ കൊണ്ടുപോകണം എന്നുള്ള വളരെ കർക്കശമായിട്ടുള്ളൊരു നിലപാടായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ വേറൊരു സംഭവം ഇതിനിടയ്ക്ക് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ ജസ്റ്റിൻ മാർട്ടിറിന്റെ ഒരു പരാമർശത്തെ കുറിച്ചിട്ട് ഞാൻ ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് വിശുദ്ധ ജസ്റ്റിൻ മാർട്ടിർ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: with the help of devil, Marcion has in every country contributed to blasphemy and the refusal to acknowledge the creator of all the world as God. അതായത് സർവസൃഷ്ട പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തെ ഒരു ദൈവമായിട്ട് അംഗീകരിക്കാനായിട്ട് ഇദ്ദേഹം വിസമ്മതിച്ചു. ആ ബ്ലാസ്ഫമി ആ സമയത്ത് എല്ലായിടത്തും പടർന്നിരുന്നു എന്നുള്ളതാണ് വിശുദ്ധ ജസ്റ്റിൻ ആ സമയത്ത് ഇദ്ദേഹത്തെ കുറിച്ച് ഒരു പരാമർശമായിട്ട് എഴുതിയിട്ടുള്ളത്.
പിന്നെ ഇദ്ദേഹത്തിന് ഈ ഡെമിയുർജിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡെമിയുർജ് ഒരു കുട്ടിദൈവമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഡെമിയുർജ് ഒരു ക്രിയേറ്റർ, അതായത് മനുഷ്യന്റെ ക്രിയേറ്റർ ആയിട്ട് തന്നെ അദ്ദേഹം പരിഗണിച്ചിരുന്നു. കോവാകുലൻ, കാർക്കശക്കാരൻ, അതുപോലെ തന്നെ ശിക്ഷിക്കുന്ന ദൈവം, അതുപോലെ തന്നെ മനുഷ്യ രാശിയുടെ മേളിൽ പൂർണ്ണമായിട്ടൊരു കൺട്രോൾ ഇല്ലാത്ത ഒരു ദൈവമായിട്ട് നമുക്കറിയാലോ. അതായത് ഇസ്രായേൽക്കാരുടെ മാത്രം ഒരു ഗോത്ര ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റ്, ജൂസിനെ മാത്രം തെരഞ്ഞെടുത്ത് സ്വന്തം ജനമാക്കി മാറ്റിയ, അതായത് എല്ലാ മനുഷ്യരെയും ഈ ഡെമിയുർജ് സൃഷ്ടിച്ചു. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു വിഭാഗം ആളുകളെ, ജൂസിനെ, യഹൂദന്മാരെ മാത്രം തെരഞ്ഞെടുത്ത് സ്വന്തം ജനമാക്കി മാറ്റി. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ ഡെമിയുർജിനെ കുറിച്ചിട്ടുള്ള ആശയം. അപ്പൊ നമ്മൾ ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതില് ഈ ആശയങ്ങളൊക്കെ ഒരുപക്ഷെ ഈ ക്ലബ് ഹൗസിൽ ഗ്ലോറീസ് ഗോസ്പലിന്റെ ഭാഗത്തു നിന്നും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇത് വളരെ കൃത്യമായിട്ടും ഈ മാർസിയൻ പറഞ്ഞ ആശയങ്ങളാണ്. അതല്ലാണ്ട് ഗ്ലോറീസ് ഗോസ്പൽ പുതിയതായിട്ട് കണ്ടുപിടിച്ച ആശയങ്ങളല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഗുഡ് ഗോഡ് ആൻഡ് ഡെമിയുർജ് എല്ലായ്പ്പോഴും സംഭവിച്ചുകൊണ്ടിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാലോ, അതായത് അക്ഷയരയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിരിപ്പുണ്ട്. ഇങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് നമുക്കറിയാം. അന്നത്തെ കാലഘട്ടത്തിലെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ ഈ ദൈവങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ സർവ്വസാധാരണമായിട്ട് ആ ഒരു ലെവലിലേക്ക് ദൈവത്തെ അവതരിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പം ഇതിൽ നിന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇദ്ദേഹം ഇത്തരം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഡെമിയുർജും നല്ല ദൈവവും തമ്മിലുള്ള വലിയൊരു കോൺഫ്ലിക്റ്റ് എല്ലാ കാലത്തും നിലനിന്നിരുന്നു എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നെ നല്ല ദൈവം, അതായത് സുപ്രീം കോടതിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും കൂടെ ഞാൻ പറയാം. അപ്പോഴേക്കും നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് കുറച്ചും കൂടെ വ്യക്തത കിട്ടും. അതായത് നല്ല ദൈവം അല്ലെങ്കിൽ സുപ്രീം ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പരിപൂർണമായിട്ട് നീതിമാനാണ്. നീതിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമിയുർജിനെ പോലല്ല, മറിച്ച് എല്ലാ ആളുകളോടും തുല്യ നീതിമാനായിട്ട് വർത്തിക്കുന്ന ഒരു ദൈവമാണ് ഈ നല്ല ദൈവം. അതുപോലെ ഈ ദൈവം സ്നേഹം മാത്രമാണ്, സ്നേഹം മാത്രം പ്രകടിപ്പിക്കാൻ അറിയാവുന്ന ഒരു നല്ല ദൈവത്തെയാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഈ നല്ല ദൈവം കരുണാമയനാണ്, അതുപോലെ ക്ഷമാശീലനാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നല്ല ദൈവത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ. അതായത് നീതിമാൻ മാത്രമാണ്, സ്നേഹം മാത്രമുള്ളൊരു ദൈവമാണ്, കരുണ മാത്രമുള്ള ദൈവമാണ്, അതുപോലെ ക്ഷമ മാത്രം, അതായത് ഒരിക്കലും കോപിക്കാത്ത ക്ഷമ മാത്രമുള്ള ഒരു ദൈവമാണ്, അതുപോലെ തന്നെ സർവശക്തനായിട്ടുള്ള ദൈവമാണ്, അതുപോലെ സർവജ്ഞാനിയായിട്ടുള്ള ദൈവമാണ്. ഈ ഗുണങ്ങളൊന്നും ഡെമിയുർജിനില്ല. ഡെമിയുർജിനെ സംബന്ധിച്ച് ഡെമിയുർജ് സർവശക്തനുമല്ല, സർവജ്ഞാനിയുമല്ല. പക്ഷെ സുപ്രീം കോടതിനെ സംബന്ധിച്ച്, അതായത് പുതിയ നിയമത്തിലെ ദൈവം എന്നുള്ള രീതിയിലാണ് ഈ നല്ല ദൈവത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പുതിയ നിയമത്തിലെ ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, ക്ഷമാശീലനാണ്, കരുണാമയനാണ്, സ്നേഹം മാത്രമാണ്, നീതിമാനാണ്. പക്ഷെ പഴയ നിയമത്തിലെ ദൈവം ഈ ക്വാളിറ്റികളൊന്നും ഇല്ലാത്ത ദൈവമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പഴയ നിയമത്തെ കുറിച്ചിട്ടുള്ള കാര്യം ചില സമയത്ത് ഇദ്ദേഹം ഇതിനെ രണ്ട് രീതിയിലും അവതരിപ്പിച്ചിട്ടുണ്ട്. പഴയ നിയമത്തെ കംപ്ലീറ്റ്ലി തള്ളിക്കളയണം എന്നുള്ള കാര്യം പറയുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത് പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ ശരിയാണ്, അതായത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത്. അതുപോലെ തന്നെ മോശയും പ്രവാചകന്മാരും ഒക്കെ ഡെമിയുർജിന്റെ സന്ദേശവാഹകരാണ്. ഈ ഡെമിയുർജിന്റെ സന്ദേശവാഹകരാണ് മോശയും പ്രവാചകന്മാരും എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ വലിയൊരു ആശയം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് നിന്നിട്ടൊന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ ചില ആളുകൾ മോശയെ അതിരൂക്ഷമായിട്ട് വിമർശിക്കുകയും മോശ കണ്ടുപിടിച്ച ഒരു ദൈവമാണ് പഴയ നിയമത്തിലെ ദൈവം, ആ ദൈവത്തിന് പുതിയ നിയമ ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകളുടെ ആ ആശയം എവിടുന്നാണ് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഏകദേശം ധാരണയായി കാണുമെന്ന് വിചാരിക്കുന്നു. മോശയും പ്രവാചകന്മാരും ഒക്കെ നല്ല ദൈവത്തിന്റെ അല്ല, മറിച്ച് ഡെമിയുർജിന്റെ സന്ദേശവാഹകരാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ജൂസിനെ കുറിച്ചിട്ടുള്ള, നമുക്കറിയാലോ പഴയ നിയമത്തിൽ മിശിഹായെ കുറിച്ചിട്ടുള്ള പല പ്രവചനങ്ങളും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട്. അതിനെ അദ്ദേഹം കണ്ടിരുന്നത് മറ്റൊരു കണ്ണിലൂടെയാണ്. അതായത് യഹൂദന്മാർക്കുള്ള മിശിഹ പിന്നീടുള്ള കാലഘട്ടത്തിലേക്ക് കടന്നു വന്നിട്ട് അവർക്കൊരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കുകയും അവിടെ രാജ്യം സ്ഥാപിച്ച് യഹൂദന്മാരെ ഭരിക്കുകയും ചെയ്യും എന്നുള്ള രീതിയിലാണ് ആ കാര്യങ്ങളെ അദ്ദേഹം കണ്ടിരുന്നത്. അതായത്
പഴയ നിയമത്തിലുള്ള മിശിഹായെ കുറിച്ചിട്ടുള്ള പ്രവചനങ്ങളെ അദ്ദേഹം ക്രിസ്തുവുമായിട്ട് യാതൊരു കാരണവശാലും ബന്ധിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. പഴയ നിയമത്തിൽ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് വരുന്ന മിശിഹ അത് ക്രിസ്തു അല്ല, അത് മറ്റൊരു ഇനിയും വരാനിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം അതിനെ മനസ്സിലാക്കാനും ആളുകളിലേക്ക് പ്രചരിപ്പിക്കുവാനും ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിനെ മിശിഹായായിട്ട് കാണുന്നതിന് അദ്ദേഹം ശക്തമായിട്ട് ഒബ്ജക്റ്റ് ചെയ്തു. ഇതാണ്. പിന്നെ അദ്ദേഹം ദൈവത്തെ കുറിച്ചിട്ട് പിന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, അതായത് കാണുവാനോ വിവരിക്കുവാനോ കഴിയാത്ത ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി, മനുഷ്യർക്കും അതുപോലെ തന്നെ ഈ ക്രിയേറ്റർ ആയിട്ടുള്ള ഡെമിയോർജിനും വെളിപ്പെടുത്തി കൊടുത്തത് യേശുക്രിസ്തുവാണ് എന്നുള്ള രീതിയിലാണ്. അതായത് നമുക്കറിയാലോ, പുതിയ നിയമത്തിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, വെളിപാടിന്റെ പൂർണ്ണത പുതിയ നിയമത്തിലാണ്. അപ്പൊ പുതിയ നിയമത്തിലൂടെയാണ് ദൈവം ആരാണ്, അല്ലെ ദൈവം എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് പൂർണ്ണമായി വെളിപ്പെട്ട് കിട്ടിയതെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതിന്റെ മറ്റൊരു വേർഷനാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് കാണുവാനോ വിവരിക്കുവാനോ സാധിക്കാത്ത ദൈവത്തെ മനുഷ്യർക്കും അതുപോലെ തന്നെ ഈ ക്രിയേറ്റർ ആയിട്ടുള്ള ഡെമിയോർജിനും വെളിപ്പെടുത്തി കൊടുത്തത് ക്രിസ്തുവാണ് എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇദ്ദേഹത്തിന് ക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള, അതായത് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ, അല്ലെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്താണ് എന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ക്രൈസ്റ്റിനെ കുറിച്ചിട്ട് ഇദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് അദ്ദേഹത്തിന്റെ ഗോസ്പൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. ആ ഒരു സെന്റൻസ് ഞാൻ വായിക്കാം. തിബേരിയൂസ് ചക്രവർത്തിയുടെ 15-ാം ഭരണവർഷം ദൈവം കഫർനാമിലേക്ക് ഇറങ്ങി വന്ന് സാബത്തിൽ പഠിപ്പിച്ചു. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഗോസ്പലിന്റെ തുടക്കം. ഫസ്റ്റ് സെന്റൻസ് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോ ഒരു കാര്യത്തിൽ ഒരു സംശയം തോന്നിക്കാണും, ഇദ്ദേഹം യേശുക്രിസ്തുവിനെ ദൈവമായി കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരുപക്ഷെ ഈ ഒരു സെന്റൻസ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിക്കാണും. ഇങ്ങനെയാണ് ആ സെന്റൻസ് ഞാൻ ഒന്നും കൂടെ വായിക്കാം. തിബേരിയൂസ് ചക്രവർത്തിയുടെ 15-ാം ഭരണവർഷം ദൈവം കഫർനാമിലേക്ക് ഇറങ്ങി വന്ന് സാബത്തിൽ പഠിപ്പിച്ചു. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ യേശുക്രിസ്തുവിനെ പോലും അദ്ദേഹം കൃത്യമായിട്ട് എന്നാ പറയുന്നത്, ഒരു ദൈവമായിട്ട്, പൂർണ്ണമായിട്ടും ദൈവമായിട്ട്, ഇൻകാർണേറ്റഡ് ഗോഡ് എന്നുള്ള രീതിയിലല്ല കണ്ടിരുന്നത്. മറിച്ച് മാനിഫെസ്റ്റഡ്, അതായത് മാനിഫെസ്റ്റഡ് ഗോഡ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ വിഷയത്തെ പഠിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ ട്രിനിറ്റിയെ കുറിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് 3 പേഴ്സൺസ് ഇൻ ട്രിനിറ്റി എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. ക്രിസ്തുവിനെ സൺ ഓഫ് ഗോഡ് എന്നുള്ള രീതി മാത്രമാണ് കണ്ടിരുന്നത്. അപ്പൊ ക്രിസ്തുവിനെയും എന്നാ പറയുന്നത് പൂർണ്ണമായിട്ട്, അതായത് പിതാവിനോട് തുല്യനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഒരിക്കലും പിന്നെ ഇദ്ദേഹം കണ്ടിരുന്നില്ല. അതുകൊണ്ട് സൺ ഓഫ് ഗോഡ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മാനിഫെസ്റ്റഡ്, അതായത് ഈ വിഷയത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും, ഇദ്ദേഹം ഈ വിഷയത്തിൽ നമുക്ക് അറിയാവുന്ന ആളുകൾക്ക് ഒരുപക്ഷെ മനസ്സിലാവും, ഇതൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇദ്ദേഹം പറയുന്നത്. അതായത് മാനിഫെസ്റ്റഡ് ഗോഡ് എന്നുള്ളത് ഒരു വശത്തോടെ പറയുകയും അതുപോലെ തന്നെ സൺ ഓഫ് ഗോഡ് എന്നുള്ള രീതി മറ്റൊരു തരത്തിൽ പറയുകയും ചെയ്യും. അപ്പം ഈ ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു വ്യക്തത കുറവ് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റ് പ്രവചനങ്ങളെ കുറിച്ചിട്ടുള്ളതെല്ലാം പിന്നീടത്തേക്ക് പൂർത്തിയാകാനുള്ള കാര്യങ്ങളാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അതായത് യേശുക്രിസ്തുവിന്റെ ശരീരത്തെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, യേശുക്രിസ്തുവിന് ഒരു റിയൽ ആയിട്ടുള്ള ബോഡി ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം പരാമർശിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് മാനിഫെസ്റ്റേഷൻ, നമുക്കറിയാലോ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളിപ്പോ ഈ വിഷയത്തിൽ നമ്മൾ അറിയാം, കുറച്ചു കാലം മുമ്പ് നമ്മുടെ ക്ലബ് ഹൗസിലൊക്കെ ചർച്ച നടന്നതാണ്. അതായത് പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു വിഷയത്തെ നമ്മൾ അഡ്രസ് ചെയ്ത് സംസാരിച്ചതാണ്. അപ്പോൾ അത് ഇൻകാർണേറ്റഡ് എന്നുള്ള രീതിയിലാണ് ആ വിഷയത്തെ നമ്മൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലല്ല കാണുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ പഴയ നിയമത്തിലൊക്കെ പ്രത്യക്ഷത എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും, ദൈവത്തിന്റെ പ്രത്യക്ഷത. അപ്പോൾ അത് നമ്മൾ ഇവിടെ പുതിയ നിയമത്തിൽ കാണുന്നത് പോലെയുള്ള ഇൻകാർണേഷൻ എന്നുള്ള രീതിയിലല്ല അതിനെ കാണുന്നത്, മറിച്ച് ഒരു പ്രത്യക്ഷത എന്നുള്ള, അതായത് ഒരു ദേഹരൂപം എടുത്തുകൊണ്ട് മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഈ മാനിഫെസ്റ്റേഷനെ കാണുന്നത്. ഇൻകാർണേഷനെ കാണുന്നത് അങ്ങനെയല്ല. അതായത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ ഇൻകാർണേഷനെ കാണുന്നത്.
പക്ഷെ ഈ പഴയ നിയമത്തിലെ മാനിഫെസ്റ്റേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ആ ഒരു രീതിയിലല്ല കാണുന്നത്, മറിച്ച് ദൈവത്തിന്റെ ഒരു പ്രത്യക്ഷത എന്നുള്ള രീതിയിലാണ്. അപ്പം യേശുക്രിസ്തുവിനെ കുറിച്ചിട്ടും ഈ ഒരു രീതിയിലാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത്. യേശുക്രിസ്തുവിന് ഒരു റിയൽ ആയിട്ടുള്ള ബോഡി ഇല്ല, മറിച്ച് അതൊരു പ്രത്യക്ഷത എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒന്ന് രണ്ട് വാദങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് നേരത്തെ ഞാൻ ഒരു വാദത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു, പുതിയ നിയമത്തെ കുറിച്ചിട്ട് അല്ലെ പുതിയതും പഴയതും ഒന്നിച്ച് ചേർത്ത് വെക്കരുതെന്ന് അദ്ദേഹം പറയുന്ന വാദത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് രണ്ട് വാദങ്ങളെ കുറിച്ചിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ്, അതായത് പഴയ നിയമത്തിലെ ദൈവം, പഴയ നിയമത്തിലെ ദൈവമായ ഡെമിയോർജ് കരടിയെ വിട്ട് പിള്ളേരെ പിടിക്കുന്ന ഒരു ദൈവമാണ് പഴയ നിയമത്തിലെ ദൈവം. പക്ഷെ പുതിയ നിയമത്തിലെ ദൈവത്തെ നിങ്ങൾ നോക്കൂ. പുതിയ നിയമത്തിലെ യേശുക്രിസ്തു പരിചയപ്പെടുത്തുന്ന ദൈവം കുട്ടികളോട് നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, അവരെ തടയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ ശാസിക്കുന്ന ഒരു ദൈവമാണ്. അതായത് കുട്ടികളോട് വളരെയധികം സ്നേഹവും ആദരവും ഒക്കെ കാണിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കുക. പക്ഷെ പഴയ ദൈവത്തെ കാണുന്നത് എങ്ങനെയാണ്? കരടിയെ വിട്ട് പിള്ളേരെ പിടിക്കുന്ന ആ ഒരു രീതിയിലുള്ള ദൈവത്തെയാണ് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും രണ്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് കുഷ്ഠരോഗികളുടെ കാര്യമാണ്. അതായത് യേശുക്രിസ്തു നമുക്കറിയാം കുഷ്ഠരോഗികളെ തൊട്ട് സുഖപ്പെടുത്തിയ അവരെ കാഴ്ചകളൊക്കെ അർപ്പിക്കാനായിട്ട് പറഞ്ഞു വിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ പഴയ നിയമത്തിൽ നോക്കൂ, കുഷ്ഠരോഗികളായിട്ടുള്ള വ്യക്തികളെ ആ സമൂഹത്തിൽ നിന്നും വേർപെടുത്തി അവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ പഴയ നിയമത്തിലെ ദൈവത്തിന്റെ ക്യാരക്ടറും പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ ക്യാരക്ടറും നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഒരിക്കലും പഴയ നിയമത്തിലെ ദൈവം പുതിയ നിയമത്തിലെ ദൈവവുമായിട്ട് യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലെ ദൈവം ഡെമിയോർജ് ആണ്, പുതിയ നിയമത്തിലെ ദൈവം നല്ലവനും സർവശക്തനും ആയിട്ടുള്ള ദൈവമാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. അപ്പോൾ ഈ ഒരു വാദത്തെ നമ്മൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പഴയ നിയമ ദൈവത്തിന്റെ ചില ചെയ്തികൾ എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ബൈബിൾ ഭാഗങ്ങളെ എടുത്തുകൊണ്ട് പുതിയ നിയമത്തിന്റെ ദൈവത്തിന്റെ സ്വഭാവം പഴയ നിയമത്തിലെ ദൈവത്തിന്റെ സ്വഭാവമായിട്ട് ചേരത്തില്ല. അതുകൊണ്ട് പഴയ നിയമ ദൈവം പുതിയ നിയമ ദൈവവും രണ്ടും രണ്ടാണ് എന്ന് മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെന്റ്സ് എല്ലാം കടന്നു വന്നിരിക്കുന്നത് ഈ മാർസിയോണിസത്തിൽ നിന്നാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഇത് ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായതല്ല, മറിച്ച് ഇത്രയും AD 144 ആ ഒരു കാലഘട്ടത്തിൽ കടന്നു വന്നിട്ടുള്ള ഒരു ഹെരസിയാണ്. ഈ ആശയങ്ങളും അതുപോലെ ഈ വാദങ്ങളും പഴയ നിയമ ദൈവത്തിന്റെ ആ ഒരു സ്വഭാവവും പുതിയ നിയമ ദൈവത്തിന്റെ സ്വഭാവവും തമ്മിൽ ചേരുന്നില്ല. അതുകൊണ്ട് പഴയ നിയമ ദൈവം അല്ല പുതിയ നിയമ ദൈവം എന്ന് പറയുന്ന ആർഗ്യുമെന്റും ഇത്തരത്തിൽ മുന്നോട്ട് വെച്ചത് ഈ മാർസിയൻ ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു വാദമാണ് ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അതായത് യേശുക്രിസ്തുവിന്റെ പീഡാസഹനവും കുരിശുമരണത്തിന്റെയും ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: യഹൂദന്മാരുടെ നിയമത്തെ അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യേശുക്രിസ്തു കുരിശിൽ മരിച്ചത്. യേശുക്രിസ്തുവിന്റെ കുരിശിലെ മരണത്തിലൂടെ യേശുക്രിസ്തു ഡെമിയോർജിനെ പരാജയപ്പെടുത്തി ജൂയിഷ് ലോയിൽ നിന്നും ആളുകളെ സ്വതന്ത്രരാക്കി എന്നുള്ള വാദമാണ് ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം. നമ്മൾ ഇതേ കാര്യം തന്നെ പലപ്പോഴും ശിവപീഡികയിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഇവരുടെ ലോ അബോളിഷ് ചെയ്ത് കളഞ്ഞു എന്നുള്ള, പഴയ നിയമത്തിലെ ലോസ് ഒക്കെ യേശുക്രിസ്തു അബോളിഷ് ചെയ്ത് കളഞ്ഞത് തന്റെ കുരിശിലൂടെയാണ് എന്നുള്ള രീതിയിലേക്ക് പറയുന്ന വാദങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വാദങ്ങളൊക്കെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ, അതായത് ഈ മാർസിയോന്റെ ഭാഗത്തു നിന്നുള്ള കാര്യമാണെന്നുള്ള കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഇദ്ദേഹം പഴയ നിയമത്തെ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചിട്ട് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഉയർപ്പിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: പഴയ നിയമ കാലത്തെ മരിച്ചുപോയ ആളുകളെയൊക്കെ ഈവൻ കായനെ പോലും യേശുക്രിസ്തു ഉയർപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ബോഡി, റിസറക്ഷൻ ഓഫ് ബോഡി, അതായത് ശരീരങ്ങളുടെ ഉയർപ്പ്, നമ്മുടെ കൃത്യമായിട്ട് നമ്മൾ
നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രീഡിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ശരീരങ്ങളുടെ ഉയർപ്പ് എന്നുള്ള കാര്യം നമ്മൾ ഏറ്റു പറയുന്ന ഒരു വിശ്വാസ സത്യം തന്നെയാണ്. അപ്പോൾ ഈ ശരീരങ്ങളുടെ ഉയർപ്പ് എന്നുള്ളത് കാര്യം ഒരിക്കലും ഇദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ജഡ്ജ്മെന്റ്, അന്ത്യവിധി എന്ന് പറയുന്ന കാര്യത്തെയും ഇദ്ദേഹം ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. ഒരു നീതിമാനായ ദൈവത്തിന് ഒരിക്കലും ഒരു ന്യായവിധിയിലൂടെ കൂടി സ്വർഗത്തെയും നരകത്തെയും വേർതിരിക്കുക, അല്ലെങ്കിൽ ആളുകളെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ വിടാനായിട്ട് സാധിക്കത്തില്ല. മറിച്ച് നീതിമാനായ ദൈവം എല്ലാവരെയും രക്ഷിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിന് ഒരു ജഡ്ജ്മെന്റ് നടത്തുക, മനുഷ്യരുടെ മേലൊരു ജഡ്ജ്മെന്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിട്ടാണ് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശമാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ആ ബൈബിൾ ഭാഗം എടുത്തുകൊണ്ട് ശരീരത്തിന്റെ ഉയർപ്പില്ല എന്നുള്ള കാര്യം അദ്ദേഹം വളരെ ശക്തമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഈ ദൈവത്തിന് ജഡ്ജ്മെന്റ് ഇല്ല എങ്കിൽ പോലും ചില ആളുകളെ, കുറെ ആളുകളെ ദൈവം ഡെമിയൂർജിന് വിട്ടുകൊടുക്കും. ആ ഡെമിയൂർജ് അവരെ നരകത്തിൽ എറിയും എന്നുള്ള രീതിയിൽ അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. അതായത് ദൈവം ഒരിക്കലും ജഡ്ജ്മെന്റ് നടത്തത്തില്ല, പക്ഷെ ദുഷ്ടരായിട്ടുള്ള ആളുകളെ ദൈവം ഡെമിയൂർജിനെ ഏൽപ്പിച്ചു കൊടുക്കും. ഡെമിയൂർജിന്റെ നരകത്തിൽ ഇടും എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള പഠിപ്പീരുകൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ആ ഒരു ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് എന്നുള്ള രീതിയിൽ അദ്ദേഹം സ്ഥാപിച്ചിരുന്ന അതില് അദ്ദേഹം വിവാഹിതരായിട്ടുള്ള ആളുകൾക്കൊന്നും മാമോദീസ കൊടുത്തിരുന്നില്ല. വിവാഹിതരല്ലാത്ത ആളുകൾക്ക് മാത്രം അദ്ദേഹം മാമോദീസ കൊടുത്തിരുന്നു എന്നുള്ള രീതിയിലാണ് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ഇദ്ദേഹത്തിനെതിരെ എഴുതിയിട്ടുള്ള ചില സഭാപിതാക്കന്മാരെ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനിത് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇദ്ദേഹത്തിനെതിരെ ജസ്റ്റിൻ മാർട്ടിർ AD 150 ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഐറേനിയസ് ഇദ്ദേഹത്തിന്റെ എതിരെ എഴുതിയിട്ടുണ്ട്. AD 176 എഴുതിയിട്ടുണ്ട്. എഗനിസ്റ്റ് ഹെറസീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ മാർസിയനിസത്തെ കുറിച്ചിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പരാമർശവും അതിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്തുകൊണ്ട് എഴുത്തുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ റോഡൻ എന്ന് പറയുന്ന ഒരു സഭയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയും ഇതുപോലെ തന്നെ AD 180 തൊട്ട് 192 വരെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവും എഴുതിയിരുന്നു. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു ബിഷപ്പായിരുന്നു, അദ്ദേഹം പുരോഹിതനായിരുന്നു എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടൊരു ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ AD 270 തെർത്തുല്യൻ ഈ വിഷയത്തെ കുറിച്ചിട്ട് അഡ്വറസ് മാർസിയനിസം എന്ന് പറയുന്ന തന്റെ പുസ്തകത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് അഡ്രസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിപ്പോളിറ്റിസ് ഓഫ് റോം അദ്ദേഹം AD 120 ഇതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടും മാർസിയൻ ഹെറസിയെ കുറിച്ചിട്ട് കൃത്യമായിട്ടും എഴുതിയിട്ടുണ്ട്. പിന്നെ എഴുതിയിരിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് സെയിന്റ് എപ്പിഫാനസ്. അത് ഏകദേശം 374 ഹെറസീസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ വിഷയത്തെ അഡ്രസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എഴുതിയിരിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് സെയിന്റ് എഫ്രൈം AD 373 എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എസ്നിക് എന്ന് പറയുന്ന ഒരു അർമേനിയൻ ബിഷപ്പാണോ പ്രീസ്റ്റാണോ എന്ന് കൃത്യമായിട്ട് ഒരു ഉറപ്പില്ല, എങ്കിൽ പോലും എസ്നിക് എന്ന് പറയുന്ന ഒരു അർമേനിയൻ ബിഷപ്പും ഇദ്ദേഹത്തെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. റെഫ്യൂട്ടേഷൻ ഓഫ് സെക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാർസിയനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ പഠിപ്പീരുകളെ കുറിച്ചിട്ടും നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി ഈ വിഷയത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിഷയത്തെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തായാലും കേട്ടുകൊണ്ടിരുന്ന എല്ലാ ആളുകൾക്കും ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത് വൈൻഡപ്പ് ചെയ്യുവാണ്.